എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. ഫുട്നസ് അഭിനയിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരോടും ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോ കേൾക്കുന്നവർക്കും ഒന്നും ഇവളെന്തായി പറയണേ, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നും. പക്ഷെ എനിക്ക് എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേഷ്യപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അതാണ് എനിക്ക് എന്റെ അമ്മ എന്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ദേഷ്യം വരില്ല അമ്മ എന്ന് ചോദിക്കും. കാരണം സത്യമാണ്, എനിക്ക് ദേഷ്യം. അതെ അമ്മ പറയണം. അമ്മയ്ക്ക് ചിലപ്പോ എന്റെ സ്വഭാവം കണ്ട് തോന്നും ഇപ്പൊ പറയേണ്ട സമയത്ത് ഇവളൊന്നും പറയില്ലല്ലോ എന്ന്. കാരണം എനിക്ക് ആരോടും ഒന്നും പറയാനറിയില്ല. എനിക്ക് ആരോടും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. ആകെ പാടെ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. അതൊക്കെ കേട്ടിരിക്കുകയും ചെയ്യും പാവം. ഞാൻ പറയാറില്ല അമ്മയുടെ അടുത്ത്. എന്റെ എല്ലാ ദേഷ്യം ഞാൻ കൊണ്ട് ഇറക്കുന്ന അമ്മയുടെ അടുത്താണ്. അമ്മയും തിരിച്ച് അതുപോലെ ദേഷ്യപ്പെടും. ഞങ്ങൾ തമ്മിൽ ചില സമയത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങിയ കീരിയും പാമ്പുമായിരിക്കും. ഭയങ്കര ബഹളമായിരിക്കും. എന്നിട്ട് അമ്മേന്റെ അടുത്ത് ഇതിൽ ആരാ അമ്മ, ഞാനാണോ നീയാണോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എനിക്ക് പുറമെ ഒരാളടുത്ത് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. മുഖത്ത് ഈ ചിരിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചിരി വരുത്തുന്നതാണല്ലേ? അല്ലല്ല, അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ട ചിരിയൊന്നും വരില്ല. ഞങ്ങൾ നല്ല വഴക്കാ. പക്ഷെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വഴക്കിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓർമ്മയുണ്ടാവില്ല. എനിക്കൊന്നും എനിക്ക് എൻ്റെ സ്വഭാവം അമ്മയുടെ അടുത്തായിരിക്കും കിട്ടിയത്. പക്ഷെ പൊതുവേ എനിക്ക് ദേഷ്യം വരാറില്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോ കേൾക്കുന്നവർക്കും ഒന്നും ഇവളെന്തായി പറയണേ, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നും. പക്ഷെ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. അല്ലെ, അങ്ങനെ ഒരു ഫിലോസഫി നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇതെങ്ങനെയാ അങ്ങനെ ഒരു ഫിലോസഫി പ്രാക്ടീസ് ചെയ്ത്? ഞാൻ അത്യാവശ്യം ഈ പോസിറ്റീവ് എനർജിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ദിവസവും അതിൻ്റെ എഫക്റ്റ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതൊക്കെ ഇതെൻ്റെ ഭയങ്കര പേഴ്സണലായ കാര്യമാണ്. പലർക്കൊന്നല്ല, എന്നെ അറിയാവുന്നതിൽ തന്നെ ഒരു 95% ആൾക്കാർക്ക് ഈ സൈഡ് ഓഫ് മൈൻഡ് അറിയില്ല. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ഒരാൾ തന്നെ മൂഡ് ഓഫ് ആയിരുന്ന ആ എനർജിയും പോലും എന്നെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ അയാളെയും ചിരിപ്പിക്കാൻ നോക്കും. ഐ ലൈക്ക് ദി എനർജി ടു ബി പോസിറ്റീവ്. എൻ്റെ ചുറ്റുമുള്ള എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവരെന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിപ്പിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരിങ്ങനെ മൂടിയായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് കാര്യം ചോദിക്കും. അവരെ മൂഡ് മാറ്റാൻ ശ്രമിക്കും. അതല്ലേ സന്തോഷമായിരിക്കണ്ടേ എല്ലാരും? പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര പാടാ. ഞാനൊക്കെ ഈ ക്യാമറയിൽ അധികം ചിരിക്കാറില്ലെന്നാണ് നാട്ടുകാരൊക്കെ പരാതി. ചേട്ടൻ നന്നായി ചിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. അത് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. പക്ഷെ ഇതേപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്താ കഴിക്കുക. പലരും എൻ്റെ അടുത്ത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് അഭിനയിക്കുവാണോ അല്ലെങ്കിൽ ഇത് ക്യൂട്ട്നെസ് അഭിനയിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും അമ്മയോട് ചോദിച്ചോളൂ. അമ്മയ്ക്ക് ഇതേ പറയാനുണ്ടാവുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്. ദേഷ്യപ്പെടേണ്ട സമയത്ത് പോലും ഞാൻ ദേഷ്യപ്പെടില്ല. എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് എനിക്ക്. അതായത് നോ പറയേണ്ട സാഹചര്യങ്ങളിൽ പോലും നോ പറയാൻ എനിക്ക് അറിയാത്തൊരവസ്ഥ. അതായത് അപ്പോഴും എന്താണെന്നറിയാം, എനിക്കറിയാം ഞാൻ ഈ നോ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയില്ല. എനിക്കത് പറയാൻ കാരണം അവർ ഞാൻ കാരണം വിഷമിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. മഹിമയ്ക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ധൈര്യം ഇല്ലായ്മയൊന്നുമില്ല എനിക്ക്. ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഓപ്പണായി പറയില്ല. ഞാൻ ഒട്ടും ഫിൽറ്റർ ഇല്ലാത്ത ആളാണ്. അതായത് എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായി പറയും. പക്ഷെ അതൊരാളെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പറയില്ല. ഇനി അവിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിലും അത് കാരണം എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറയില്ല. ഞാൻ ഭയങ്കര മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒക്കെ സ്വഭാവമുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് ആരെടുത്തായാലും അപ്ഫ്രണ്ടായി പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതൊരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഇനി എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പറയില്ല.